നമ്മൾ ഇന്നത്തെ വിഷയം അറിയാമല്ലോ, തന്ത്രി വിഷയം. യോഗക്ഷേമ സഭ, ഞങ്ങൾ ഒരു ജോയിൻറ്റ് വെഞ്ചറാണിത്. യോഗക്ഷേമ സഭയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് ഞാൻ. തന്ത്രി മണ്ഡലത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആകാശപതി ഞാൻ ലിസ്റ്റ് വെച്ചിട്ടുണ്ട് പങ്കെടുക്കണവർ. തന്ത്രവിദ്യാപീഠം വൈസ് പ്രിൻസിപ്പല്, തന്ത്രി സമാജം ഇപ്പോഴത്തെ സെക്രട്ടറി, മുൻ സംസ്ഥാന പ്രസിഡന്റ്, തന്ത്രി സമാജം മുൻ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് ഈശാനായിട്ട്, ഇത്രയും പേരാണ് ഞങ്ങളൊരു ജോയിൻ ഇതായിട്ട് പറയാം. ഞാൻ എൻ്റെ നോട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിക്കും ബ്ലെയിമിങ് ഓഫ് ദി ബ്രാഹ്മിൻസ് കമ്മ്യൂണിറ്റി തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. സർക്കാരിൻ്റെയൊക്കെ ഉള്ളൊരു നമ്മളെ അങ്ങോട്ട് ബ്ലെയിം ചെയ്യാമെന്ന് വെച്ചാൽ, കാരണം ഒരാൾക്ക് കൊടുത്ത സാധനം കൊടുത്തതിന് റെക്കോർഡില്ലാത്തതല്ല, ക്ലിയർ റെക്കോർഡുള്ള സാധനമാണ് കൊടുത്തേക്കണത്. ആ സാധനം ഏതാണ്ട് എന്താ പറയുക, റെയ്ഡ് നടത്തി പിടിച്ചെടുക്കുക, അദ്ദേഹത്തിനെ വീണ്ടും അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുക. ഇവിടെയും ഇങ്ങനെയൊരു ഇത് പറഞ്ഞിട്ടില്ല, ഒരു അലിഗേഷൻ പറഞ്ഞിട്ടില്ല. അതൊന്നും ഒരിക്കലും. എന്നിട്ട് തൊണ്ടി മുതൽ എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ ഹാജരാക്കുക, ഇതൊക്കെ ശരിക്കും കമ്മ്യൂണിറ്റി ബ്ലെയിം ചെയ്യാനുള്ള പരിപാടി മാത്രമാണ്. അതിനുള്ള ഒരു തരത്തിൽ നമുക്ക് പ്രതിഷേധിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുത്ത സാധനമാണ്, അല്ല അദ്ദേഹത്തിൻ്റെ അവകാശമാണ്. ഇത് സെറ്റിൽഡ് ഇഷ്യൂ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് എ സെറ്റിൽഡ് ഇഷ്യൂ. 2-3 കേസുകൾ സെറ്റിൽഡാണ്. തിരുവനന്തപുരത്തുണ്ടായി, കൊടുങ്ങല്ലൂർ തന്ത്രി രാമവരം നമ്പൂരി വേഴ്സസ് CDB ഉണ്ടായി. അവിടെ അന്ന് ബാലകൃഷ്ണ പിഷാരടി എന്ന് പറഞ്ഞ സംസ്കൃത പണ്ഡിതനെ കൊണ്ടുവന്ന് തന്ത്ര സമുച്ചയത്തിലെ വേഴ്സസ് ഞാനതിൽ എഴുതിയിട്ടുണ്ട്. ഇത് എക്സ്ട്രാക്ട് ചെയ്ത് വായിച്ച് കോടതി കേട്ടതിന് ശേഷമാണ് ആ ജഡ്ജ്മെൻറ്റ് പറയുന്നത് തന്ത്രിയുടെ അവകാശമാണെന്നുള്ളൂ. ഇങ്ങനെയൊക്കെ ഇരിക്കെ എങ്ങനെ ഇങ്ങനെ കയറിയിട്ട് SITക്ക് ചെയ്യാൻ പറ്റും? ഇറ്റ്സ് ടു ബ്രൂട്ടൽ എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹത്തിനെ പിടിച്ച് അകത്തിടുക, അത് കണ്ടിട്ട് വീട്ടിൽ കയറി റെയ്ഡ് നടത്തുക, എന്നിട്ട് ഈ സാധനം എടുത്തുകൊണ്ട് പോവുക, തൊണ്ടി മുതലായിട്ട് ഹാജരാക്കുക, കൊണ്ടുവന്നിട്ട് ഒരു കംപ്ലൈൻറ്റ് പോലും ദേവസ്വം ബോർഡിനില്ല. ദേവസ്വം ബോർഡിന് കൊടുക്കാൻ പറ്റില്ല, കാരണം അവർ ഇതൊക്കെ പത്രമാധ്യമങ്ങളിലൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ് കൊടുക്കുന്നതായിട്ടുള്ള സംഗതി. അങ്ങനെ ഇരിക്കുന്ന സാധനമാണ് ഇത്തരത്തിലുള്ള ഞങ്ങളെ അവഹേളിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു കാലത്തും നമുക്ക് പ്രതിഷേധിക്കാണ്ടിരിക്കാൻ പറ്റില്ല, നമുക്ക് അംഗീകരിക്കാനും പറ്റില്ല. ഒരു സാധാരണ നിലയ്ക്ക് ആലോചിക്കുമ്പോൾ തന്നെ അറിയാം, കളവ് കേസ് ഒന്നുകിൽ കട്ട മുതലായിരിക്കണം, അതിലും പുറമെ ആർക്കെങ്കിലും ഒരാൾക്ക് ഉടമസ്ഥന് പരാതി ഉണ്ടാവണം, എൻ്റെ സാധനം കട്ടുപോയി. ഇവിടെ ഈ സാധനം ഒരു ആർഗ്യുമെൻറ്റ് സേക്കിൽ ഇദ്ദേഹം കട്ടതാണെന്ന് നോക്കൂ. ഈ കട്ടതാണെന്ന് കണ്ട ഈ കട്ട മുതൽ ഇനി ആർക്ക് തിരിച്ചു കൊടുക്കും? ദേവസ്വം ബോർഡ് കൊടുത്ത സാധനമാണ്, ദേവസ്വം ബോർഡിന് പരാതിയില്ല, ഇതെവിടെ കൊണ്ടുവയ്ക്കും? ഇത് മിക്കവാറും കേരളത്തിൽ പഴയ തന്ത്രിമാരുടെ വീട്ടിലൊക്കെ ഇതുപോലെയുള്ള ശില്പങ്ങൾ ഈ അവകാശമായിട്ട് കിട്ടിയത് ഇരിക്കുന്നുണ്ട്, ഭൂതം പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒന്നും ചെയ്യാറില്ല, അതവിടെ വയ്ക്കും ഒരു ഓർമ്മയ്ക്കായിട്ട്. കാരണം ദേവന്മാരെന്ന് പറഞ്ഞാൽ തന്ത്രിമാരുടെ കുടുംബാംഗമായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു ഇല്ലാതായ ഒരു കുടുംബാംഗത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിക്കുന്നതാണ്. ആ സാധനം അദ്ദേഹം പറഞ്ഞു, എനിക്ക് ദേവസ്വം ബോർഡുകാർ കൊണ്ട് തന്നതാണ്, ഞാനത് എൻ്റെ ഇല്ലത്ത് വച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഹൈക്കോടതി പറഞ്ഞതായിട്ട് തോന്നുന്നില്ല എടുത്തുകൊണ്ട് വരാൻ. ആരും ഇങ്ങനെ ഒരു സാധനം പരാതി കൊടുത്തതായിട്ട് തോന്നുന്നില്ല. SIT കയറിയിട്ട് വേറെ ഒന്നും കിട്ടാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഈ തന്ത്രിയെ അവിടെ കിടത്തണം കുറച്ച് ദിവസം. അതിനുവേണ്ടി ഇതെടുത്തുകൊണ്ട് പോയി ഒരു നാടകം ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇത് തന്നെയാണ് അതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം. ഇത് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യാൻ പോകണം? ദേവസ്വം ബോർഡിന് എൻ്റെ ഓർമ്മയിൽ 78 മുതൽ പല ക്ഷേത്രങ്ങളിലും ദേവസ്വം ബോർഡ് ഇത് രണ്ടാമത് ഉപയോഗിക്കാമോ എന്ന് ചോദിച്ച രേഖകളുണ്ട്. അത് നിയമപ്രകാരവും ഓരോ ക്ഷേത്രത്തിലെ തന്ത്രശാസ്ത്രപ്രകാരവും ഈ വാഹനം നാളച്ഛേദം കഴിഞ്ഞ് ഉപയോഗശൂന്യമായി കഴിഞ്ഞാൽ പുനരുപയോഗിക്കാൻ പാടില്ല എന്ന് വളരെ രേഖയുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ രേഖകളിൽ തന്നെ ഉണ്ട്. അങ്ങനെ വീണ്ടും തിരിച്ചു കൊടുത്ത ചരിത്രം 78 മുതലുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ. ഇനി കൊച്ചി ദേവസ്വം ബോർഡിലേക്ക് കടന്നാൽ, കൊച്ചി ദേവസ്വം ബോർഡിലാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ വിഷയം പറഞ്ഞപ്പോൾ തന്ത്രസമുച്ചയത്തിലെയും
വിഷ്ണു സംഹിതയിലും ശ്ലോകം കാണിച്ചു കഴിഞ്ഞപ്പോൾ ദേവസ്വം ബോർഡ് പറഞ്ഞു ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മൂന്നാമതൊരാളുടെ വിശദീകരണം കിട്ടിയാലേ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് KP നാരായണ പിഷാരടിക്ക് അയച്ചു കൊടുത്ത് അദ്ദേഹത്തിൻ്റെ വിശദീകരണം മേടിച്ച് ആ വിശദീകരണം സ്വീകാര്യമാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്ത്രിക്ക് വിട്ടുകൊടുത്തു. അതിൻ്റെ രേഖ ഇവരുടെ കയ്യിലുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ദേവസ്വം ബോർഡ് മിണ്ടാത്തത്. ഇവിടെ ഈ സാധനം എടുത്തുകൊണ്ട് പോകുമ്പോൾ SIT എടുത്തുകൊണ്ട് പോകുമ്പോൾ ദേവസ്വം ബോർഡിലെ കമ്മീഷണർക്ക് ആണല്ലോ ഏറ്റവും ഉയർന്ന ആൾ, അതിൻ്റെ താഴെയുള്ള ഓഫീസർക്ക് അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള ഓഫീസർക്ക് പറയാമായിരുന്നു. പ്രസിഡന്റിന് പറയാൻ കഴിയില്ല, പ്രസിഡന്റും സെക്രട്ടറിക്ക് നിങ്ങൾക്കറിയാം എവിടെ കിടക്കണമെന്ന്. അപ്പോൾ ആ ഓഫീസർമാർക്ക് പറയാമായിരുന്നു ഇത് ഞങ്ങൾ പതിവ് പോലെ കൊടുത്തതാണ്, അതിൻ്റെ ശരി തെറ്റ് തീരുമാനിക്കട്ടെ, ഞങ്ങളിത് കൊടുത്തതാണ്, നിയമപ്രകാരം ഇതേവരെയുള്ള കീഴ്വഴക്കനുസരിച്ചിട്ടോ നിയമപ്രകാരമോ ശാസ്ത്രപ്രകാരമോ ഞങ്ങൾ കൊടുത്തതാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ദേവസ്വം ബോർഡ് ഇതിലൊരു പാർട്ടിയാണല്ലോ, ഈ പാർട്ടിക്ക് പറയാലോ, ഉദ്യോഗസ്ഥർക്ക് പറയാലോ. അതെന്തുകൊണ്ട് അവർ പറയുന്നില്ല? എന്തുകൊണ്ട് അവർ പറയുന്നില്ല? അതിനു മുമ്പത്തെ ആൾക്കാർ പറയുന്നില്ല. ഈ തന്ത്രിമാരല്ലാതെ കുറച്ച് പേരല്ലാത്ത സിൽബന്ധികൾ പറയുന്നുണ്ടാവുമായിരിക്കും. ഇത് പറയേണ്ടവർ പറയുന്നില്ല, ഇത് ഞങ്ങൾ കൊടുത്തതാണെന്ന്. അല്ലെങ്കിൽ ഈ സാധനം കൊടുത്ത ആൾക്കും കുറ്റമുണ്ട്. അന്നത്തെ ഓഫീസർമാരെ കുറ്റപ്പെടുത്തണം. കൊടുത്തവരെ ഒരാൾ പാവം പ്രയാർ ഗോപാലകൃഷ്ണൻ നായർ മരിച്ചുപോയി, അല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, അവരെ പെടുത്തണ്ടേ? എങ്ങനെയാണെങ്കിൽ കൊടുത്ത ആളെ ദേവന്റെ ഒരു സാധനം എടുത്ത് അവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ പെടുത്തണ്ടേ? ഇത് തന്ത്രിയെ വളരെ പറഞ്ഞ് ഗൂഢാലോചനയോ അല്ലെങ്കിൽ മറ്റെന്തോ ഉണ്ടോ എന്ന് സംശയിക്കുന്നതിനൊരു കാരണം തന്ത്രി അത്രയും കാലം പറഞ്ഞിരുന്നു എൻ്റെ വീട്ടിലിരിക്കുന്നുണ്ട് എന്ന്. അന്നൊന്നും പിടിച്ചില്ല. അദ്ദേഹത്തിനെ ഏതോ ഒരു കാര്യത്തിൽ പിടിച്ച് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തതിന് ശേഷം SITയുടെ സ്വന്തം അധികാരത്തിന്റെ പരിധിയിലാണെന്ന് എനിക്ക് തോന്നുന്നു റെയ്ഡ് നടത്തുകയാണ്. ഏതൊരു കുടുംബത്തിൽ കയറിയാലും റെയ്ഡ് ചെയ്താൽ കുറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്നിട്ട് കൈ കിട്ടിയത് കൊണ്ടുപോകണം. ഹൈക്കോടതി നിർദ്ദേശിച്ചതായിട്ട് തോന്നണില്ല ഇതെടുത്തുകൊണ്ട് വരാൻ. പറയുന്നും തോന്നണില്ല, ആരും പറഞ്ഞിട്ടില്ല, പരാതിയില്ല. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇതേവരെയുള്ള കേസുകളിൽ തന്ത്രിക്കെതിരെ യാതൊരു തെളിവും കിട്ടിയില്ല, പുതിയതൊരെണ്ണം ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി ആർക്കൊക്കെയോ ഉള്ള ഉദ്ദേശത്തോടു കൂടി അദ്ദേഹത്തിനെ ശരിക്കും കുടുക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം. അല്ലെങ്കിൽ ഇതെടുത്തുകൊണ്ട് പോവില്ല. ഞങ്ങളുടെയൊക്കെ വിശ്വാസം ഇനി ഹൈക്കോടതിയിലെ റിപ്പോർട്ട് വരുമ്പോൾ ഹൈക്കോടതി അത് കാണുന്നതിനെ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒരു അനോമലി കാണും, അത് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ടാവും. ആ വിശ്വാസത്തിലാണ് ഞങ്ങളിരിക്കുന്നത്. പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ ഒരു സീനിയർ തന്ത്രി, 2 സീനിയർ തന്ത്രിയാണ് ഈ കുടുംബത്തിലുണ്ടായിരുന്നത്. ഒരു സീനിയർ തന്ത്രിയെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു കുറ്റത്തിൽപ്പെടുത്തി, നമുക്കെല്ലാവർക്കും അറിയാം. ഒട്ടും നമ്മൾ ഇതുപോലെ പരസ്യമായിട്ട് പറയാൻ പറ്റുന്നൊരു കുറ്റമല്ല. പക്ഷേ നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ അഗ്നിശുദ്ധി വന്ന് പുറത്ത് നിൽക്കുക. ഇപ്പോഴും ഈ ദേവസ്വം ബോർഡ് അദ്ദേഹത്തിനോട് എന്നാൽ തിരിച്ചു കയറിക്കോളാൻ പറഞ്ഞിട്ടില്ല. മറ്റേതെങ്കിലും ഒരു വ്യക്തിയായിരുന്നെങ്കിൽ പിറ്റേ ദിവസം കയറും. അദ്ദേഹത്തിന് പെറ്റീഷൻ കൊടുത്തിരുന്നു. അന്നത്തെ നിലയിൽ ദേവസ്വം ബോർഡ് തീരുമാനിക്കാനാണ് പറഞ്ഞത്. ദേവസ്വം ബോർഡ് ഇതേവരെ തീരുമാനിച്ചിട്ടില്ല. ദേവസ്വം ബോർഡ് എന്തുകൊണ്ട് തീരുമാനിക്കുന്നില്ല? ദേവസ്വം ബോർഡിന് ഇപ്പോൾ രണ്ടാമതൊരു സീനിയർ തന്ത്രി ഉണ്ട്, അദ്ദേഹത്തിനെ കൂടി പെടുത്തണം. അതാണ് ഉദ്ദേശം. ഒരു ഒന്ന് അങ്ങനെ ഒരു ഉത്തരവ് ദേവസ്വം ബോർഡിന് എടുക്കാമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഞാനിപ്പോഴാണ് കേൾക്കുന്നത്, അതുകൊണ്ടാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ആചാരപ്രകാരവും ശാസ്ത്രപ്രകാരവും ഉള്ള ഒരു കീഴ്വഴക്കമാണ്. അതിനെതിരായിട്ട് ദേവസ്വം ബോർഡിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ ഈ ഉത്തരവ് കണ്ടിട്ടില്ല, കാണാത്തോണ്ട് പറയുന്നത്. പിന്നൊന്ന്, അതിനുശേഷം തന്നെയാണ് ഈ കൊടുത്തേക്കുന്നത്. കഴിഞ്ഞ ഏതാനും കൊല്ലം മുമ്പ് 22 തിരുവല്ല ക്ഷേത്രത്തിൽ എന്താ ഉണ്ടായത്? ഈ ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ന്യൂസ് വന്നതാണല്ലോ. അവിടുത്തെ ഗരുഡ വിഗ്രഹം തന്ത്രിയുടെ കുടുംബത്തിലേക്കാണ് കൊടുത്തത്. ഇപ്പോഴും കൊടിമരം പ്രതിഷ്ഠ കഴിഞ്ഞിട്ടില്ല. തന്ത്രിക്ക് വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അദ്ദേഹത്തിന്റെ മുതലാണ്. ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും സമർപ്പിക്കാം. നിങ്ങൾ വന്നോളൂ, എന്റെ എല്ലാത്തിരിക്കുന്നുണ്ട്. പഴയ 78 ഇതേ ചോദ്യം ഉണ്ടായി. 78
എന്താണ് ഒരു വൃഷഭ വാഹനം കമ്മിറ്റിക്കാരുടെ അപേക്ഷ പ്രകാരം പ്രതിഷ്ഠയുടെ ചെലവ് കുറയ്ക്കാൻ അത് തിരിച്ചു തരുമോ പുനരുപയോഗത്തിന് എന്ന് ചോദിച്ചു. ദേവസ്വം ബോർഡ് ചോദിക്കട്ടെ, മറുപടി പറയാമെന്ന് തന്നെയാണ് പറഞ്ഞത്. ദേവസ്വം ബോർഡ് ചോദിച്ചപ്പോൾ അത് ഉപയോഗിക്കാറില്ല. ധ്വജത്തിന്റെ ബിംബത്തിന്റെ നാളം ഛേദം കഴിഞ്ഞാൽ പിന്നെ അത് പുനരുപയോഗം പതിവില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. അത് വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് പുതിയ വാഹനം അവിടെ വയ്ക്കുക ചെയ്തേ. ആ വാഹനം എന്റെ വീട്ടിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അതാ പറഞ്ഞേ, അത് തന്നെയാ പറഞ്ഞേ. ഞാൻ ആ ഉത്തരവ് കണ്ടിട്ടില്ല, എനിക്കറിയില്ല. ഉണ്ടാകാം. ആ ഉത്തരവ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ആ ഉത്തരവിന്റെ നമ്പർ ഒന്ന് പറയുമോ? ഉത്തരവ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. കാരണം എന്താണെന്നറിയാമോ, ഇത് ക്ഷേത്രത്തിന്റെ ദേവസ്വം ബോർഡിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഒരു ചോദ്യം. കാരണം എന്താ വെച്ചാൽ ആചാരപരമായി നിലനിൽക്കുന്ന ഒരു കാര്യത്തിൽ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനവും കൂടി ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു, കൊച്ചി ദേവസ്വം ബോർഡിൽ ഉണ്ടായ ഒരു വിഷയം പറഞ്ഞു. ഒരു അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡിന് അതങ്ങ് ഏറ്റെടുക്കാൻ പറ്റൂ. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് പിന്നീട് കൊടുത്തത് എന്തിനാ? SIT ഞങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്നു സംശയമുണ്ടെന്ന് പറഞ്ഞിരുന്നു. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും, ഈ അറസ്റ്റ് ചെയ്യുന്നതിന്റെ തലേ ദിവസത്തെ എന്റെ വീട്ടിൽ മാതൃഭൂമിയാണ് വരുന്നത്. മാതൃഭൂമിയിലെ ന്യൂസ് തന്ത്രിക്ക് ക്ലീൻ ചിറ്റ് എന്നാണ് എന്റെ ഓർമ്മ. സമ്മതിച്ചു. അല്ല, ന്യായീകരിക്കത്രേ ഉള്ളൂ. ന്യായീകരിക്കുന്നത് ഇത്രയും തന്നെ ഉള്ളൂ. ന്യായമായ കേസാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ന്യായീകരിക്കില്ല. ന്യായമാണോ എന്ന് സംശയം വരണം. സംശയം വരട്ടെ. അതെ, ഞങ്ങൾ അതാണ് പറഞ്ഞത്. പിന്നൊന്നുണ്ട്, പിന്നെ അതിൽ ന്യായീകരിക്കുന്നതിന് വേറൊരു കാരണവും കിടക്കുന്നത്, ഇതിനു മുമ്പത്തെ തന്ത്രിയെ ന്യായീകരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അപ്പോൾ കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിനെ പുറത്തുവിട്ട ആളാണ്. അദ്ദേഹത്തെ തിരിച്ചെടുക്കാത്തതിന് ന്യായീകരിക്കാൻ പറ്റുമോ? അതാണ് പറഞ്ഞത്. ഇത് മോഹനരാജ്യം ഇത് തന്നെയാണ് ഉദ്ദേശം. തന്ത്രിമാരെ, 2 സീനിയർ തന്ത്രിമാരെ മാറ്റി നിർത്തണം എന്നുള്ള ഒരു ദുരുദ്ദേശം ആർക്കൊക്കെ ഉണ്ട്. അതറിയില്ല. അത് അടുത്ത നടപടികളുടെ അറിയാവൂ. നമുക്ക് സംശയിക്കാം, പല സംശയങ്ങളുണ്ടാകാം. ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, ക്ഷേത്രങ്ങളാണ് ഹൈന്ദവ വിശ്വാസപ്രകാരം ആചാരങ്ങൾ കുറേയെങ്കിലും നിലനിർത്തി പോകുന്നത് ക്ഷേത്ര സംസ്കാര കേന്ദ്രങ്ങളാണ്. ഈ ആചാരങ്ങൾ മാറ്റാനുള്ള പല മാർഗങ്ങളിലൂടെയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിന് ഒരു തടസ്സം വരുന്നത്, അവസാന തടസ്സം വരുന്നത്, ലാസ്റ്റ് വേർഡായിട്ട് വരുന്നത് തന്ത്രിയുടെ വാക്കുകളാണ്. ഈ തന്ത്രിയെ മാറ്റണം. അത് മാറ്റണമെങ്കിൽ അത് എവിടുന്ന് തുടങ്ങണമെന്ന്, മുകളിൽ നിന്ന് തുടങ്ങാമെന്ന് തീരുമാനിച്ചു. ആവാം. കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേവരെയുള്ള നടപടിക്രമങ്ങൾ, ഇതേവരെയുള്ള പാരമ്പര്യങ്ങൾ, ഇതേവരെയുള്ള ക്ഷേത്ര സംസ്കാരത്തിന്റെ രീതി മാറും. അത് തന്നെ, അതാണ് ഉദ്ദേശം. അല്ല, അത് നമുക്ക് വേറൊരു വിഷയത്തിൽ സംസാരിക്കാം. അല്ല, ഞാനത് പറയാം. കൂടൽമാണിക്യത്തിൽ മാത്രമല്ല, കൂടൽമാണിക്യത്തിൽ മാത്രം, ചോറ്റാനിക്ക് രണ്ട് തന്ത്രിമാര്, വക്കത്തുണ്ട് 2 തന്ത്രിമാര്. ഒരു ക്ഷേത്രത്തിൽ ഒന്നിൽ കൂടുതൽ തന്ത്രിമാരുണ്ടായത് എങ്ങനെ എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. അവർ തമ്മിൽ കൈമാറിയതാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ സൗകര്യത്തിനാകാം. അല്ലാന്ന് പറയുന്നില്ല. നിയമമുണ്ടോ? ഇതെല്ലാം അതാണ് പറഞ്ഞത്. നിയമം എന്ന് പറഞ്ഞ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? എഴുതി വെച്ച അസംബ്ലി പാസ്സാക്കിയ നിയമമാണോ ഉദ്ദേശിക്കുന്നത്? ഇവിടെ അതല്ല. വളരെ കാലങ്ങൾക്ക് വന്ന് ശേഷം വളരെ കാലങ്ങളായിട്ട് തുടർന്നു വരുന്ന ഒരു ആചാരമാണ്. ആ ആചാരവും ഒരു സ്വീകാര്യമായ, പലതരത്തിലും കോടതി വിധി പ്രകാരവും മറ്റുമൊക്കെ സ്വീകാര്യമായ ഒരു പ്രിൻസിപ്പിളാണ്. അതേ പറഞ്ഞുള്ളൂ. അത് മാറ്റാൻ, അങ്ങനെയുള്ള പലതും മാറ്റാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണോ ഇതെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അതല്ല, പോസിറ്റീവ് ആണെന്ന് പോസിറ്റീവായിട്ട് ചർച്ച ചെയ്യണം. മാറിയിട്ടുണ്ടല്ലോ എത്ര കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ചർച്ച ചെയ്ത്, ജനങ്ങളായിട്ട് ചർച്ച ചെയ്ത്, നാട്ടിൽ ചർച്ച ചെയ്ത്, എല്ലാ വിധത്തിലും നടന്നിട്ടില്ലേ? ഇതല്ല, ആ വഴി അല്ല ആലോചിക്കുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. വരട്ടെ, അത് വന്നോട്ടെ. ഞാൻ അതിലൊരു അഭിപ്രായം പറയണില്ല. പറയാത്ത കാര്യങ്ങളല്ല ഞാനിപ്പോൾ പറഞ്ഞത് മുഴുവൻ.
പറഞ്ഞിട്ടുള്ള SIT പറഞ്ഞിട്ടുള്ള കാര്യവും ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലും ഞങ്ങൾ ശരിയായൊരു മാർഗം ഒരു ലക്ഷ്യം ഉണ്ടാവുന്ന ഉദ്ദേശിച്ചാണ്. SIT പുതിയതായിട്ട് മറ്റൊരു തരത്തിലുള്ള ശൂന്യതയിൽ നിന്നൊരു നടപടി എടുത്തപ്പോഴേ ഞങ്ങൾക്കൊരു സംശയം വന്നിട്ടുള്ളൂ. അദ്ദേഹം പറയും, സമാജത്തിന്റെ സെക്രട്ടറി അദ്ദേഹം പറയും. രേഖാമൂലം കൊടുക്കണമെങ്കിൽ രേഖാമൂലം ചോദിക്കണം. അങ്ങനെയാണ് നടപടി. മറ്റ് ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങളിലെ എല്ലാം ആവശ്യപ്രകാരം ആ രേഖാമൂലം മറുപടി തരണം എന്നാവശ്യപ്പെടുന്നതനുസരിച്ച് രേഖാമൂലം മറുപടി കൊടുക്കാറുണ്ട്. ഇത് അങ്ങനെ ഉണ്ടായിട്ടില്ല. തന്നെയല്ല, ഈ പറഞ്ഞ അനുജ്ഞ എന്ന് പറയുന്നത് ഇവിടെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അതാത് ക്ഷേത്രത്തിലെ തന്ത്രിമാരാണ്. അതിൻ്റെ ഗുരുലഘുത്വം പോലെയാണ് അതിൻ്റെ ആവശ്യം വരുന്നത്. ഒരു പൂജ കൊണ്ട് അവസാനിപ്പിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു വലിയ കലശം നടത്തി അവസാനിപ്പിക്കാം, അതല്ലെങ്കിൽ നവകം പോലെയുള്ള ചെറിയ ചെറിയ കലശങ്ങൾ നടത്തി ദേവനോട് അനുജ്ഞ വാങ്ങിക്കാം. എന്നിട്ട് ആ കാര്യം ചെയ്തു എന്നും അത് നിങ്ങൾക്ക് ഇനി പണി നടത്താവുന്നതാണെന്നും രേഖാമൂലം ആവശ്യപ്പെടുന്നവർക്ക് കൊടുക്കാറുണ്ട്, കൊടുത്തിട്ടുമുണ്ട്. ദേവൻ്റെ അനുജ്ഞ എടുത്തിട്ടുണ്ട്. അത് വാക്കാൽ പറഞ്ഞിട്ടുമുണ്ടാവാം, ഇല്ല. അവിടുത്തെ വ്യക്തമായിട്ടുള്ളൊരു വിവരം നമുക്ക് കിട്ടിയിട്ടില്ല. ആ അതെ, രേഖാമൂലം വേണമെന്നുണ്ടെങ്കിൽ അത് ആവശ്യക്കാർ ചോദിക്കണ്ടേ? തീർച്ചയായും റിക്വസ്റ്റ് ചെയ്യും, നമ്മൾ മറുപടി കൊടുക്കും. അങ്ങനെയാണ്. ചോദിക്കാത്തതുകൊണ്ട് കൊടുത്തിട്ടില്ല. അല്ല, രേഖാമൂലം കൊടുത്തിട്ടില്ല. മറ്റത് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇതാണ് അവിടുത്തെ പറഞ്ഞാൽ രേഖാമൂലം കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുത്തിരിക്കുമെന്നർത്ഥം. തന്ത്രിയുടെ അറിവെന്ന് പറയുന്നത് അവിടെ സന്നിധാനമാണ്. സന്നിധാനത്തിൻ്റെ ഏകദേശ രൂപങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. തന്ത്രിയുടെ മുറി എവിടെയായിരിക്കുന്നതെന്ന് അറിയാം. ഒരു പൂജ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ റൂമിൽ പോയി. ഞാൻ അറിഞ്ഞ വിവരമാണ് പറയുന്നത്, അറിഞ്ഞ വിവരം. അവിടുന്ന് മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞ വിവരം. ഈ പോയി കഴിഞ്ഞാൽ സീസൺ കാലത്ത് ഈ പറഞ്ഞ മുറിയിൽ നിന്ന് ഈ ശ്രീകോവിലേക്ക് ഒന്ന് എത്തണം എന്നുണ്ടെങ്കിൽ പോലീസിൻ്റെ സഹായത്തോടെയും അവിടുത്തെ വാച്ചർമാരുടെ സഹായത്തോടെയും അദ്ദേഹത്തെ കൊണ്ടുവരുമത് ഭക്തന്മാരെ അകറ്റി. അതുവരെ ഈ ശ്രീകോവിൽ കാണാൻ പോലും പറ്റാത്ത സ്റ്റേജിലാണ് അവിടെ ഇരിക്കുന്നത്. ആ സമയത്ത്, അടുത്ത ഉച്ചപൂജ സമയത്ത്, ഈ ഇടവേളയിൽ ഇത് അഴിച്ചിട്ടുണ്ട്. അരമണിക്കൂർ അവിടെ ഭക്തന്മാരെ മാറ്റിയെന്നാണ് കേൾക്കുന്നത്. ഇതൊക്കെയാണ് നമ്മളുടെ അറിവനുസരിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്താ കൊണ്ടുപോയെന്നൊക്കെ ചോദിച്ചു എന്നാണ് പറയുന്നത്. എന്താ ഇങ്ങനെ ഒരു ഇതില്ലാത്ത രീതിയിൽ കൊണ്ടുപോയേ എന്നൊക്കെ ചോദിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പരികർമ്മികളായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ തന്ത്രിയുടെ കേസുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ സോഷ്യൽ മീഡിയയിൽ പരത്താനുള്ള ബോധപൂർവമായ ശ്രമമുണ്ട്. അതിൽ രാഷ്ട്രീയക്കാരുണ്ട്, സാംസ്കാരിക നായകന്മാരുണ്ട്, ആത്മീയ പരിവേഷമുള്ളവരുണ്ട്. അതൊക്കെ ഏറ്റവും ദുഃഖകരം. അതേപോലെ ജ്യോതിഷികൾ, അങ്ങനെ പലതരത്തിൽ അതിൽ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ധാരാളം ആൾക്കാർ ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. ഇതിനോട് വിശ്വാസികൾ ജാഗ്രത പുലർത്തണം എന്നൊരു അപേക്ഷയാണ് എനിക്ക് വെക്കാനുള്ളത്. അപ്പം ഞങ്ങൾക്ക് മൊത്തത്തിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും അല്ല, ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞത്. അതിൻ്റെ അന്വേഷണത്തിനൊരു വഴിയുണ്ട്, അതിൻ്റെ രീതിയുണ്ട്. SITക്ക് അതിൻ്റെ റൂൾസ് ഉണ്ടാവും. അതതിൻ്റെ അന്വേഷണത്തിൻ്റെ വഴിക്ക് പോകട്ടെ. ഞാൻ പറഞ്ഞത് മറ്റൊന്നാണ്. ഇതിൻ്റെ പേരിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു ഉയർത്തിക്കാട്ടിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലടക്കം നടക്കുന്ന ക്യാമ്പയിൻ അത് അത്ര നിഷ്കളങ്കമല്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. കാരണം അതിൽ ചരിത്രകാരന്മാരുണ്ട്, ശബരിമലയുടെ ചരിത്രം തന്നെ പറഞ്ഞുകൊണ്ട്, അതേപോലെ രാഷ്ട്രീയക്കാരുണ്ട്. രാഷ്ട്രീയക്കാരെ വിടാം നമുക്ക്. ആത്മീയ പരിവേഷമുള്ളവർ തന്നെ പലരും രംഗത്തെത്തിയിട്ടുണ്ട്. അത് നമ്മൾ അക്ഷരാർത്ഥത്തിൽ അവരെയാണ് വിശ്വസിക്കുക. അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് ഒന്നുകിൽ അവർ ബോധപൂർവം പിന്മാറണം, അല്ലെങ്കിൽ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ അക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണം. ഈ കേൾക്കുന്നത് മുഖവിലേക്ക്
അല്ല, കുറ്റക്കാരനാണെന്നല്ലോ പറഞ്ഞത്, അന്വേഷണം നടക്കുകയല്ലേ. അദ്ദേഹം ഇപ്പോൾ ഈ അനുജ്ഞ കൊടുത്തില്ല എന്ന് അദ്ദേഹത്തിൻ്റെ മേൽ ചുമത്തപ്പെട്ട റൂൾസൊക്കെ വളരെ തന്ത്രി സമൂഹത്തെ അറിയിക്കണ്ടേ എങ്ങനെയാണെങ്കിൽ? തന്ത്രി സമൂഹം ഒരു സ്ഥലത്ത് മാത്രമല്ലല്ലോ. അങ്ങനെ ഒരു റൂൾസ് ഉണ്ടെങ്കിൽ ഇദ്ദേഹം പാരമ്പര്യ തന്ത്രിമാരാണ്, ഇവരൊക്കെ ദേവസ്വമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന ആൾക്കാരാണ്, അതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ പാലിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു റൂൾസ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും രേഖാമൂലം കത്തയച്ച് അറിയിക്കണ്ടേ? രഹസ്യമായിട്ട് വെക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ അതെല്ലാവരും അത്രയും സുതാര്യമാണെങ്കിൽ ആ പ്രശ്നമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ. ഇതിൻ്റെ പേരിൽ നടക്കുന്ന ക്യാമ്പയിൻ ബ്രാഹ്മണ സമൂഹത്തെ അല്ലെങ്കിൽ തന്ത്രിമാർ എത്രയോ സമർപ്പണ ബുദ്ധിയിൽ ചെയ്യുന്ന നൂറുകണക്കിന് തന്ത്രിമാർ ഇന്നും നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ അവരെ മുഴുവനും ആക്ഷേപിക്കുന്ന തരത്തിൽ ഒരു വലിയ മോശമായ രീതിയിലാണ് ഇപ്പോൾ ക്യാമ്പയിൻ നടക്കുന്നത്. അത് ഒരു നിഷ്കളങ്കമല്ല എന്നാണ് പറഞ്ഞത്. അവിശ്വാസി സമൂഹം തീർച്ചയായിട്ടും അതിൽ ജാഗ്രത പുലർത്തും. അല്ല, അതായത് ഒരു ഫാമിലിക്കല്ല താന്ത്രികാവകാശം. ഇപ്പം നമുക്കിപ്പോൾ ജയിലിൽ ഇപ്പം അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന കണ്ഠര രാജീവർ എന്നുള്ള വ്യക്തിക്കല്ല അവിടെ താന്ത്രികാവകാശം. ആ ഫാമിലിക്കാണ്, ആ താഴമൺ കുടുംബം. അവിടുത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ കേരളത്തിലെ ഏത് സ്ഥലത്താണെങ്കിലും വ്യക്തികൾക്കല്ല, ആ കുടുംബത്തിനാണ്. ആ കുടുംബത്തിന് ഇനി ആൾക്കാരുണ്ട്. ഇനി അതിന് മുന്നേ എത്രയോ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അല്ല, അതൊരു സാധാരണ നിലയ്ക്ക് മുതിർന്ന തന്ത്രിമാർ തന്നെ അതത് കുടുംബങ്ങളിൽ നിന്ന് അറിവുള്ളവരെയാണ് സാധാരണ അതിന് നിയോഗിക്കുക. സാധാരണ നിലയ്ക്ക് അല്ല, അതിൻ്റെ സാങ്കേതിക വിദ്യകൾ പലപ്പോഴും ഇപ്പോൾ ഈ അനുജ്ഞ എന്നുള്ള വാക്കിപ്പോഴല്ലേ കേൾക്കുന്നത്, പൊതുസമൂഹം കേൾക്കണം ഇപ്പോഴാണല്ലോ അല്ലേ. അപ്പോൾ ഇങ്ങനെ സാങ്കേതികത്വമുള്ള കാര്യങ്ങൾക്ക് അതാണ് ഞാൻ പറഞ്ഞത്, തെറ്റിദ്ധാരണ പുലർത്താൻ എളുപ്പമുണ്ട്. സാങ്കേതികമായിട്ടുള്ള വിഷയങ്ങൾ, അപ്പം തന്ത്രി പിതൃസ്ഥാനീയനുള്ള വിഷയം ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നു, പിതൃസ്ഥാനീയനല്ല എന്നുള്ള വാദങ്ങൾ വരുന്നു. അത് സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഗർഭന്യാസം എന്ന് പറയുന്ന ഇപ്പോൾ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ അനുജ്ഞ എന്നുള്ള വാക്ക്? അതേപോലെ ഗർഭന്യാസം എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്ക് വളരെ നമ്മൾ പഠിക്കേണ്ടതാണ്. അവിടെ ആദ്യമായിട്ടൊരു ക്ഷേത്രപുരുഷൻ ഉണ്ടാകുമ്പോൾ ആദ്യം ഒരു ബീജാവാപം ചെയ്യുന്നത് ഈ തന്ത്രിയാണ്. എങ്ങനെയാണ് മുട്ടുകുത്തി നിന്ന്, അതിൻ്റെ ക്രിയാഭാഗം ഇപ്പോൾ പ്രസക്തി ഉണ്ടോയെന്നറിയില്ല, ഒരു സ്ത്രീയും പുരുഷനും സംഗമിക്കുന്നത് പോലെ മുട്ടുകുത്തി നിന്ന് ബീജാവാപം ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സാങ്കേതികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷേ നമ്മൾ പല കാര്യങ്ങളും അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് തെറ്റിദ്ധാരണ പരത്തുന്നതിൽ നിന്ന് അത്തരക്കാർ വിട്ടു നിൽക്കണം, വിശ്വാസികൾ ജാഗ്രത പുലർത്തണം. ഇതാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഈ ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്നേക്കാൾ പ്രായം കൂടിയ ആൾക്കാർ പലതും മറുപടി പറഞ്ഞിട്ടുണ്ട്. അത്രയൊന്നും പ്രായമില്ലാത്തതുകൊണ്ടാണ് താടി നരച്ചെന്നേ ഉള്ളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബാക്കി ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ പേര് രാധാകൃഷ്ണൻ പോറ്റി, അഖില കേരള തന്ത്രിമണ്ഡലത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഈ ഒരു ക്ഷേത്രം എന്ന സങ്കല്പം തന്നെ ഒരു നാടിന് വേണ്ടിയിട്ടുണ്ടാകുമ്പോൾ അതിലെ അവിഭാജ്യമായ 3 ഘടകങ്ങളാണ്. ഒന്ന് ആചാര്യൻ, ഒന്ന് ഉടമസ്ഥൻ യജമാനൻ, ഒന്ന് ഭക്തജനങ്ങൾ. ഈ ക്ഷേത്രത്തിൽ എന്തെങ്കിലും നവീകരണമോ എന്തെങ്കിലും വേണമെങ്കിൽ അത് യജമാനാണ് തന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്. ഇതാണ്ട് നവീകരണം എന്ന് പറഞ്ഞ് ദേവസ്വം മാനുവലിൽ, ഇത് നിങ്ങൾ കോപ്പി എടുത്താലും കുഴപ്പമില്ല, ഒരെണ്ണം എനിക്ക് തന്നേക്കണം കാര്യം കേട്ടോ. ഈ നവീകരണത്തിനെ പറ്റി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം കൊടുത്തിരിക്കുന്ന അസിസ്റ്റൻറ്റ് കമ്മീഷണർക്കാണ്. അവിടെ ഡെപ്യൂട്ടി കമ്മീഷണർ ആകാൻ ചിലപ്പം, കാര്യം കാലത്തിന് ശേഷം ഈ പോസ്റ്റൊക്കെ ഒരുപാട് ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ അസിസ്റ്റൻറ്റ് കമ്മീഷണറാണ് അത് തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിച്ചാൽ അത് തന്ത്രിയെ അറിയിച്ചു കഴിഞ്ഞാൽ ദേവൻ്റെ സമ്മതം വാങ്ങിക്കുക. അനുജ്ഞ എന്നും പറഞ്ഞ് ഒരുപാട് വാക്ക് പറഞ്ഞ് ഒരുപാട് പേര് ആക്ഷേപിക്കുന്നുണ്ട്. സമ്മതമാണ് ദേവൻ്റെ, പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ദേവൻ്റെ സമ്മതം എഴുതി വാങ്ങിക്കുവാണോ എന്ന് പല ഈ ഈ യൂട്യൂബുകാരോ പലരും എന്തോ ആയിക്കോട്ടെ അവരൊക്കെ ചോദിക്കുന്നത് ഞാനും കേൾക്കുന്നുണ്ട്. ദേവൻ്റെ സമ്മതം പ്രാർത്ഥിക്കുകയാണ്, അനുജ്ഞ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് യജമാനൻ പ്രസൻ്റ് ആയിരിക്കണമെന്ന് തന്നെയാണ്
സോപാനത്തിങ്കൽ യജമാനും അകത്ത് തന്ത്രിയുമാണിത് പ്രാർത്ഥിക്കുന്നത്. അതാണ് അനുജ്ഞ. പിന്നെ ദേവസ്വം ബോർഡ് രേഖാമൂലം ആവശ്യപ്പെട്ടാൽ രേഖാമൂലം മറുപടി കൊടുക്കാൻ തന്ത്രി ബാധ്യസ്ഥനാണ്. അതോടൊപ്പം തന്നെ ഇതാണ്ടേ തന്ത്രിയുടെ ഡ്യൂട്ടിയെ പറ്റി മാനുവലിൽ ഇപ്പം മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ ആ മാനുവലിൽ പറയുന്നതോടെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ആ തന്ത്രി അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് നിയമമുള്ളതാണ്. ആ നിയമം ലംഘിക്കണമെന്നാണ് ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കൾ പറയുന്നതെങ്കിൽ ഞാൻ പറയുന്നു, ഒരു ഭാരത പൗരൻ എന്നുള്ള നിലയിൽ ഇവിടുത്തെ നിയമം അനുസരിക്കാൻ തന്ത്രിയും ബാധ്യസ്ഥനാണ്, മന്ത്രിയും ബാധ്യസ്ഥനാണ്. ദേവസ്വം മാനുവൽ നിങ്ങൾക്ക് നോക്കാം. ഇനി അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ മറ്റൊരാളോട് പറയാൻ പോലും പാടില്ല എന്ന് താഴെ ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ദേവസ്വം മാനുവലിലെ നിയമമാണ്. ഇതേവരെ അത് മാറ്റം വരുത്തിയിട്ടില്ല. പിന്നെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് മാനുവലിൽ പറയുന്നുണ്ട്. ആരാണത് ചെയ്യേണ്ടതെന്നുമില്ല. ക്ഷേത്രത്തിനകത്തെ പൂജാ സാധനങ്ങൾക്കും ബിംബത്തിനും അല്ലാതെ യാതൊരു ഉത്തരവാദിത്വവും തന്ത്രിക്കോ മേശാന്തിക്കോ അല്ല. അത് അസിസ്റ്റൻറ്റ് കമ്മീഷണർ കാണുന്നുള്ളത് വ്യക്തമാക്കുന്ന രേഖയാണ് ഞാനിപ്പോൾ തന്നേക്കുന്നത്. ആ പ്രാർത്ഥനാ മന്ദിരം ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ ശ്രീകോവിൽ ഉൾപ്പെടെയുള്ള ആ ബിൽഡിങ്ങുകൾക്കും ബാക്കി എല്ലാത്തിനും അസിസ്റ്റൻറ്റ് കമ്മീഷണർ മാത്രമാണ് അധികാരി എന്നുള്ളത് വ്യക്തമാക്കുന്ന മാനുവലിലെ ഭാഗമാണ് ഞാൻ തന്നിരിക്കുന്നത്. ഇനിയും പ്രായോഗിക വശത്തിലേക്ക് വരാം. ഈ യാതൊരു നിയമങ്ങളും പ്രോപ്പറായിട്ട് നടക്കുന്ന രീതിയിൽ ദേവസ്വം ബോർഡിൽ നടക്കുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. കാരണം വർഷങ്ങളായിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ ദേവസ്വം ബോർഡ് കമ്പ്യൂട്ടറൈസ് ചെയ്യണമെന്ന്. ഇപ്പോഴെങ്ങും അല്ല ആവശ്യപ്പെട്ടു തുടങ്ങിയത്. EK നയനാരുടെ കാലത്ത് മുതൽ ഞങ്ങൾ ഈ മെമ്മോറാണ്ടം കൊടുത്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ വർഷം, ഈ വർഷം കൊടുത്തില്ല കേട്ടോ, കഴിഞ്ഞ വർഷം പിണറായി വിജയനും കൊടുത്തതാണിത്. അതിനിടയ്ക്ക് ഉമ്മൻചാണ്ടിക്കും കൊടുത്തതാണ്. അതിന് രാഷ്ട്രീയവും പക്ഷഭേദമൊന്നുമില്ല. കാരണം ഇത് കമ്പ്യൂട്ടറിവൽക്കരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അവിടുത്തെ വരവും ചെലവും രേഖപ്പെടുത്താതെ പോകുന്നുണ്ടോ, അത് ലാസ്റ്റ് ശാന്തിക്കാരൻ്റെ തലയിൽ വരുമോ എന്ന സംശയം കൊണ്ട് തന്നെയാണ്. കാരണം ഒരു ദേവസ്വത്തിലും ഒരാൾ ചാർജ് വിട്ട് കഴിഞ്ഞാൽ മറ്റേ ആളിന് ചാർജ് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമ്പ്രദായമോ അതുപോലെ തന്നെ ചാർജ് എടുക്കുന്ന ഒരു സമ്പ്രദായമോ ഇവിടുത്തെ എനിക്ക് അറിഞ്ഞുകൂടാ, കൊച്ചിൻ ദേവസ്വം ബോർഡിൽ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഒരു ക്ഷേത്രത്തിലും നടക്കുന്നില്ല. സാധാരണ ഒരു സർക്കാർ ഓഫീസിൽ ഇത്രയും വിലപിടിപ്പൊന്നും അല്ലെങ്കിലും പലരുടെയും ജീവനാണ് ഫയലെന്ന് പറയുന്നത്. ആ ഫയല് ഞാൻ ഇന്ന് വരെ കൈകാര്യം ചെയ്ത ഫയലുകളൊക്കെ വിട്ട് ലിസ്റ്റ് എഴുതി ഉണ്ടാക്കി ഒന്നീ സൂപ്രണ്ടിനെ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ അടുത്ത ആൾ വന്നെങ്കിൽ അയാളെ ഏൽപ്പിക്കാം, അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഹാൻഡ് ഓവർ സമ്പ്രദായമുണ്ട്, ടേക്ക് ഓവറുണ്ട് ചാർജ് എടുക്കുന്നതിനും. ഇത് എങ്ങുമില്ല. ഇത് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് നിരന്തരമായിട്ട് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. സംശയമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ വിവരാവകാശം വെച്ച് തന്ത്രിമണ്ഡലം സമർപ്പിച്ച നിവേദനത്തിൻ്റെ രേഖ നിങ്ങൾക്ക് ദേവസ്വം ബോർഡിൽ നിന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. ഇത് കള്ളമല്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. ഒന്ന്, ആ സ്ഥിതിക്ക് ആ നിയമം അനുസരിക്കുന്ന തന്ത്രി അവിടെ കട്ടളപ്പാളി ഇളക്കാളുമായിട്ട് ആശയവിനിമയം നടത്താൻ പാടില്ലെന്ന് വ്യക്തമായ നിയമം നിർമ്മിച്ചു. ഇതേവരെ ആർക്കും ഇത് മാറ്റണമെന്ന് തോന്നാത്തത് നമ്മുടെ കുഴപ്പമല്ല. ഒന്ന്. രണ്ട്, ഇനി ഈ ഒരു കാര്യത്തിലേക്ക് വരികയാണ്. ഇനി അദ്ദേഹം അനുജ്ഞ വാങ്ങിച്ചോ വാങ്ങിച്ചില്ലയോ? ഒരു കേസിൽ വാങ്ങിച്ചെന്നാണ് പറയുന്നത്, ഒരു കേസിൽ വാങ്ങിച്ചില്ലെന്നുമാണ് പറയുന്നത്. അപ്പോൾ അതെന്തുവാണെന്നുള്ളത് അവർ തന്നെ പറയേണ്ടതാണ്. ദേവസ്വം ബോർഡ് തന്നെയാണ് അതിന് ഉത്തരവാദിത്വം പറയേണ്ടത്. വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലയോ ഈ കാര്യം പറഞ്ഞാൽ മതി. ഒന്ന്. രണ്ട്, നിങ്ങളെല്ലാവരും ക്ലിയറായിട്ട് പ്രയാർ ഗോപാലകൃഷ്ണനോട് ഈ വാജിവാഹനം കൊടുക്കുന്നത്, വാജിവാഹനത്തിന്റെ ഈ തന്ത്രിക്ക് കൊടുക്കാമെന്നുള്ള അത് തന്ത്രശാസ്ത്രം, ആ നിയമമല്ല ഞാൻ പറയുന്നത്, തന്ത്രശാസ്ത്രം. പക്ഷേ തന്ത്രശാസ്ത്രം കേരളത്തിലെ കോടതിയും സുപ്രീം കോടതിയും എല്ലാം അംഗീകരിച്ചിട്ടുള്ള അത് പറയാൻ എനിക്ക് കഴിയും. അപ്പോൾ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദാനം കൊടുക്കാം ആചാര്യന്.
ഈ ദാനം വാങ്ങിക്കുന്ന വസ്തു ഉപയോഗിക്കണമെന്ന് തന്നെയാണ് അവരുപയോഗിക്കണമെന്ന്, അല്ല വേറൊരാൾക്ക് കൊടുക്കണമെന്നല്ല നിയമം. ഞങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ഇതൊരാക്ഷേപമായിട്ട് തോന്നരുത്. ഞങ്ങൾ കന്യാദാനം സ്വീകരിക്കുകയാണ് പതിവ്. അതിൽ കൂടുതൽ ചർച്ചയ്ക്ക് പോകണ്ട. ആ ദാനം കിട്ടുന്ന വസ്തു നമുക്ക് ഉപയുക്തമാണ്. അതാണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്നതും അനുവർത്തിച്ചു വരുന്നു. പിന്നെ തന്ത്രാവകാശത്തിനെ പറ്റി ചോദിച്ചു. കേരളത്തിൽ മക്കത്തായം അനുഷ്ഠിക്കുന്ന വിഭാഗക്കാരാണ് ഞങ്ങൾ. 2 ദായക്രമമുണ്ട്, മരുമക്കത്തായവും മക്കത്തായവും. അപ്പം മക്കത്തായം അനുസരിച്ച് ആ തലമുറയിലെ മൂത്ത ആളിന് അവകാശം കൈമാറി വരും. ഇതാണ് തന്ത്രാവകാശത്തെ സംബന്ധിച്ചിടത്തോളം. തന്ത്രി എംപ്ലോയി അല്ലാത്തതുകൊണ്ട്. അതേസമയം ഒരു ശാന്തിക്കാരൻ എങ്ങനെ കൈമാറാൻ ഒക്കും? ആർക്ക്? കാരാൺമ ശാന്തിക്കാർക്ക് അത് സ്ഥിരമായ അവകാശമാണ്. അല്ലാത്തവർക്ക് അത് മാറാനൊക്കത്തില്ല. അവർ എംപ്ലോയീസാണ്. ഇവിടെ പല മീഡിയയോ ചാനലോ എന്തെന്ന് ഞാൻ പറയുന്നില്ല, 1500 രൂപ ദിവസ ശമ്പളം കൈപ്പറ്റുന്ന ഒരാളാണ് ശബരിമല തന്ത്രി എന്ന് അദ്ദേഹത്തിന് ഇത്രയും വലിയ വീട് വെക്കാൻ ഒക്കുവോ എന്നൊക്കെ പലരും ചോദിക്കുന്നത് ഞാനും കേട്ടു. ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഇവിടെ ഒരു സാധാരണ കൂലിക്കാരൻ, ആക്ഷേപിച്ച് പറയല്ല, ഒരു എന്താ അതിന് പറയുന്നത്, അല്ല ഹെൽപ്പർ എന്ന് വെച്ചു, ഹെൽപ്പർ, വലിയ പ്രാവീണ്യമുള്ള ആളുമല്ല, ആ ഒരു ഹെൽപ്പർക്ക് ഇന്ന് 1000 രൂപയോളം ദിവസം ശമ്പളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന, നിങ്ങളുടെ വീട്ടിലൊരു ജോലിക്ക് വിളിച്ചാലും നിങ്ങൾ കൊടുക്കുന്നതാണ്. ആ സ്ഥാനത്ത് ഇത്രയും പഠിച്ചില്ലയോ പോട്ടെ, അത് നിങ്ങൾക്ക് ഗവേഷണം നടത്താം. പക്ഷേ ഇത്രയും പഠിച്ചു എന്ന് പറയപ്പെടുന്ന ഒരാചാര്യന് 1500 രൂപ ശമ്പളം കൊടുക്കുന്നു എന്ന് പറയാൻ ലജ്ജയാകുന്നില്ലേ മീഡിയാസിനൊന്ന്? ഞാൻ വളരെ വ്യക്തമായിട്ട് ചോദിക്കുകയാണ്. കാരണം ഇവിടെ ഒരു ക്ലാർക്കിന് 1500 രൂപയേക്കാൾ കൂടുതലുണ്ട്, ഒരു പ്യൂണിനുണ്ട്. അപ്പം അതിലും താഴ്ന്ന ഒരു ഗ്രേഡാണോ ഒരു പുരോഹിതൻ? അതോ അത് ആചാര്യസ്ഥാനത്ത് നിൽക്കുന്ന ഒരു ശാന്തിക്കാരനല്ല. വിലയിരുത്തേണ്ട കാര്യങ്ങളാണ്. വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനോട് വിയോജിപ്പേയുള്ളൂ, അല്ലാതെ ഒന്നുമില്ല. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഏത് നിയമ നടപടി സ്വീകരിക്കുന്നതിനും ഞങ്ങൾക്കൊരു എതിർപ്പില്ല. അദ്ദേഹത്തിന് ശമ്പളമില്ല, ദക്ഷിണയേ ഉള്ളൂ മാത്രം. അല്ലെങ്കിൽ ഒരു ശമ്പള റെസീപ്റ്റ് ദേവസ്വം ബോർഡ് പ്രൊഡ്യൂസ് ചെയ്യട്ടെ, അവരോട് പൊതുവായിട്ട് ഇതേ ചാനലിൽ അല്ല ഇതേ പ്രസ് ക്ലബിലിരുന്ന് മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ്. തന്ത്രി എംപ്ലോയി അല്ല എന്ന് അവിടെ നിയമത്തിലും പറയുന്നുണ്ട്. ഒരു എംപ്ലോയിയെയും ഭരിക്കാനും തന്ത്രിക്ക് അവകാശമില്ല. അതാണ് ഇതിലൊക്കെ രസം. ഒരു ഉദ്യോഗസ്ഥന്, അതായത് ഒരു ശാന്തിക്കാരനെ പോലും ഭരിക്കാൻ തന്ത്രിക്ക് അവകാശമില്ലെന്ന് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ച്. ഇതൊക്കെ പഠിക്കാതാണോ ഈ ദേവസ്വം ബോർഡിലും ആ ബോർഡിൽ വരുന്നവരായാലും ഉദ്യോഗസ്ഥരായാലും IAS കമ്മീഷണർമാരായിട്ടിരുന്നിട്ടുള്ള, ഇപ്പം ഇച്ചിരി മാറ്റം വരുത്തി, വാസു വന്നപ്പോൾ മാറ്റം വരുത്തി, അതിനു മുമ്പെല്ലാം IAS അവരാരും ഇത് വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ എനിക്കൊക്കത്തില്ല. വായിച്ചത് തന്നെയാണ്. 2 സംഘടനകളുണ്ട് കേരളത്തിൽ. തന്ത്രി സമാജം, അഖില കേരള തന്ത്രി സമാജവും അഖില കേരള തന്ത്രി മണ്ഡലവും, 2 സംഘടനയുണ്ട്. തന്ത്രിമാരെ റെപ്രസെന്റ് ചെയ്യുന്ന വേറെ ഉള്ളതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ ഞാനത് അങ്ങനെ മാറ്റാൻ നിയമമില്ല. പറഞ്ഞുതരാം. അതിൽ പറയുന്നുണ്ട്, ഒരു തന്ത്രിക്കെതിരെ നടപടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നിയമപ്രകാരം ആ ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്ക് മനഃപൂർവ്വം കാരണം കാണിക്കാതെ മുടക്കം വരുത്തിയിരിക്കണം. ഇതാ മാനുവൽ എടുത്ത് നോക്കിക്കോളൂ, അതിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഏത് അല്ല, അപ്പോഴും അതിനെക്കുറിച്ച് ഞാൻ ഒരു കാര്യം ചെയ്യാം. ആരെങ്കിലും ഒരാൾ നമ്പർ തന്നാൽ ആ തന്ത്രിയുടെ ഡ്യൂട്ടീസ് ഫുള്ള് ഞാനെടുത്ത് അയച്ചു തരാം. അതിനകത്ത് എങ്ങനെയാണ് ഹെറിഡിക്ടറി ആയിട്ട് ഈ അവകാശം വരുന്നതെന്നുള്ളതും എല്ലാം വ്യക്തമായിട്ട് നിയമമാണ്. ഞാൻ ആചാരമല്ല പറയുന്നത്, ആചാരമല്ല പറയുന്നത്, അതായത് ദേവസ്വം മാനുവൽ വെച്ചാണ് പറയുന്നത്. അതിൽ പറയുന്നുണ്ട് എന്താണെന്നുള്ളത്. അല്ലെങ്കിൽ അതിനെ നിങ്ങൾ ആരായാലും കോടതിയിൽ ചോദ്യം ചെയ്യണം. അല്ല, കേരള സംസ്ഥാനം ഉൾപ്പെടുന്ന ഗവൺമെന്റ്
പാസ്സാക്കിയ ഒരു നിയമത്തിനെ നമ്മൾ സാധാരണ എങ്ങനെയാണ് ചെയ്യുന്നത്? ആ നിയമം തെറ്റാണെന്ന് നമുക്ക് ബോധ്യം വന്നാൽ അല്ലെങ്കിൽ തോന്നിയാൽ നമ്മളതിനെ കോടതി ചലഞ്ച് ചെയ്യും. അത് ആര് ചെയ്യണം? അല്ല, കേസിനെ കുറിച്ച്, ആ കേസിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന് അല്ല, അത് ഏത് അല്ല അത് ഇതുമായിട്ട് ഞാൻ അതാ പറഞ്ഞത്. ദാനം കിട്ടിയ ഒരു വസ്തു സ്വന്തം വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അത് തൊണ്ടി മുതൽ കണ്ടെടുത്തു എന്നാണ് പറഞ്ഞത്. ഈ തൊണ്ടി എന്താണെന്ന് ഈ പറയുന്നവർക്കറിയാമോ എന്ന് എനിക്ക് സംശയമാണ്. കാര്യം മോഷണ മുതൽ വരുന്നതാണ് ഒന്ന് ഈ തൊണ്ടി മോഷ്ടിക്കപ്പെട്ടത്. ഇത് അത്രയും ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രത്തിൽ യജമാനൻ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡാണ്. ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പറും കൂടെ കൊടുത്തത് നിങ്ങൾ കണ്ടു കാണും. ഇല്ലെന്നൊന്നും പറഞ്ഞാൽ എല്ലായിടത്തും വന്നിട്ടുണ്ട്. അപ്പോൾ ആ സാധനം തൊണ്ടി മുതലാകുന്നത് എങ്ങനെയാണ്? ഏത് SIT ആയാലും അതൊരിക്കലും തൊണ്ടി മുതലാകത്തില്ല എന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ.